അരൂർ പാതയിൽ നിന്നും ചേരുകയാണ്. എബി, അവിടുത്തെ ജനങ്ങളോട്, നാട്ടുകാരോട് പറഞ്ഞേക്കൂ, നമ്മളിവിടെ കേരള വിഷൻ ന്യൂസ് എന്ന കുഴിയടയ്ക്കാം പരമ്പരയിൽ ഇപ്പോൾ മാരത്തൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ലൈവത്തോൺ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് പറയൂ. അവർക്ക് വേണ്ടി നമ്മൾ സംസാരിക്കുകയാണ്, അവർക്ക് വേണ്ടി നമ്മൾ പ്രവർത്തിക്കുകയാണ്, നമുക്ക് കഴിയും വിധം എന്നവരോട് പറയൂ. എന്താണ് എബിക്ക് അവിടെ നിന്ന് പറയാനുള്ളത്, അവർക്ക് പറയാനുള്ളത്? ഫിജി, എന്തായാലും നമ്മൾ അന്ന് കൊടുത്ത റിപ്പോർട്ട്, അതിന്റെ തൊട്ട് പിന്നാലെയാണ് ഇവിടെ അമിക്കസ് ക്യൂറി വരുന്നു, കളക്ടർ വരുന്നു, തുടങ്ങിയിട്ടുള്ള നടപടികളെല്ലാം വന്നു. അതിനുശേഷം ഈ പാത 3 ദിവസം അടച്ചിട്ട് ഇവിടെ കോൺക്രീറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള തീരുമാനമായി. ആ കോൺക്രീറ്റ് നടപടികളൊക്കെ ഏതാണ്ട് ഇവിടെ കുറച്ച് ഭാഗത്തേക്ക് ചെയ്തു. നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വരുമ്പോൾ ഇവിടെ ഈ നിലയ്ക്ക് പോലും നമുക്ക് നിൽക്കാൻ കഴിയാത്ത സ്ഥിതിയായിരുന്നു. ഒരു തൊട്ട് പുറകു വശത്താണ് നമ്മുടെ വണ്ടി പോലും താഴ്ന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. അങ്ങനെയെല്ലാം ആ ബുദ്ധിമുട്ടുകൾ നമ്മൾ നേരിട്ട് അനുഭവിച്ചിരുന്നു. പക്ഷേ നമ്മൾ ആ ഒരു ദിവസമാണെങ്കിൽ 2 ദിവസമൊക്കെ ആയിരിക്കും ഇത് നേരിട്ട് അനുഭവിക്കുക. പക്ഷേ കാലങ്ങളായി ഈ ദുരിതം അനുഭവിക്കുന്ന മനുഷ്യരാണ് നമുക്കിപ്പോൾ ചുറ്റും നമ്മുടെ കൂടെയുള്ളത്. എന്തായാലും ഈ പണി നടത്തി ഇതെല്ലാം ഏതാണ്ടൊക്കെ ഒരു നടക്കാറായിട്ടുള്ള ഒരവസ്ഥയിൽ, പക്ഷേ ഇവർക്ക് ഇനിയും പറയാൻ ചില കാര്യങ്ങൾ കൂടിയുണ്ട്. അത് വളരെ ഗൗരവമുള്ളൊരു വിഷയം കൂടിയാണ്. അതിനെക്കുറിച്ച് അവർ സംസാരിക്കും. നമുക്ക് അതിനുശേഷം ബാക്കി വിഷയങ്ങളിലേക്ക് പോകാം. നമ്മൾ ഇതിപ്പോൾ നന്നാക്കി വരികയാണല്ലോ. പക്ഷേ ഈ നന്നാക്കി തുടങ്ങിയ അവസ്ഥയിലാണ് വീണ്ടും അവിടെ കുഴിക്കാൻ വേണ്ടി തുടങ്ങുന്നത്. അത് ഞങ്ങളിവിടെ വരെ 44-50 വർഷം ഇവിടെ കച്ചവടമായിട്ടിരിക്കുന്നവരാണ്. ഇന്ന് വരെ ജീവിതത്തിൽ ഇതുപോലൊരു അനുഭവം ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല. ഇങ്ങേറ്റം അരൂർ പാലം കഴിഞ്ഞ പിള്ളേരെല്ലാം വണ്ടിയെല്ലാം നല്ല സുഗമമായിട്ട് ഓടിച്ചുകൊണ്ട് വരികയായിരുന്നു. ഈ കോൺട്രാക്ടർമാരുടെ പാർട്ടി ആദ്യം ചെയ്യേണ്ട റോഡ് ശരിയാക്കിയിട്ട് വേണം ഇത് ചെയ്യേണ്ടായിരുന്നു. ഇവർ റോഡ് ഇങ്ങനെ ഈ പരിപാടി ചെയ്തിട്ട് കംപ്ലീറ്റ് ഇന്നത്തെ അവസ്ഥ ഒന്ന് പെട്രോൾ പമ്പിൽ പോകാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ്. കുണ്ടും കുഴിയും നിറയെ എത്രയോ കുട്ടികളാണ് ഇവിടെ ചെളിയിൽ ചവിട്ടാണ്ട് സ്കൂളിൽ കയറാൻ പറ്റുന്നില്ല. അമ്പലത്തിലെ ഈ ദേവാലയങ്ങളിലപ്പോൾ ആർക്കും പറ്റുന്നില്ല. ഇങ്ങനെ ഞങ്ങൾക്ക് പണികാർക്ക് പോലും ഒന്ന് വരാൻ പറ്റാത്ത അവസ്ഥയാണ്. ഈ നാട്ടിൽ ഇത്രയും ദുരിതം ഒരു സംഭവം എന്താണ് ഇതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ ആരാണ് ഇതിന്റെ ഉത്തരവാദി? ഞങ്ങൾക്കൊന്നും അറിയില്ല എന്താണ് ഇതിന്റെ സംഭവം. ഞാൻ പറഞ്ഞില്ല, ഇത്രയും 50 വർഷത്തിനിടക്ക് ഇതുപോലെ ഒരു, അതായത് ഹൈവേ അപ്പുറത്തെ അരൂർ പാലം കഴിഞ്ഞാൽ പിന്നെ ആര് സന്തോഷമായി വണ്ടി ഇനി പോകാം, മനസ്സമാധാനം. ഇന്ന് ആ സ്ഥാനത്ത് അരൂക്കുറ്റി വഴിയും ഒക്കെ എൻ്റെ ഒരു പണികാരത്തി വന്ന മേനശാരിക്കാരത്തിയാണ്. അപ്പറേ കൂടി വരണം, ഇപ്പറേ കൂടി വണ്ടി അതൊക്കെ ഇപ്പോഴത്തെ അവസ്ഥയാണ്. അപ്പോൾ എത്രയും മാത്രം ദുരിതം, ഇതുപോലെ ദുരിതം ഞങ്ങളുടെ ജീവിതത്തിൽ, ഞങ്ങൾ പറയും ഇവർ 50, ഞാൻ 44 വർഷം ഇവിടെ ഇരിക്കണം, ഇതുപോലെ ഒരു അനുഭവം ഞങ്ങളുടെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഭയങ്കരമായ ദുരിതം. ഇപ്പം ഇവിടെ കഴിഞ്ഞ ആഴ്ച ഒരു ചക്കൻ വണ്ടിയായിട്ട് അറിയാൻ പാടില്ല, കുഴിയടക്കണ കാണുന്നില്ല, വണ്ടി ലോഡും വണ്ടിയാണ് പച്ചക്കറി. ഉടനെ മറിഞ്ഞപ്പുറത്തേക്ക് ഒരു ചെറുപ്പക്കാരൻ പയ്യനായതുകൊണ്ട് അവൻ ഇങ്ങനെ പൊങ്ങിപ്പോന്നു. ഒരുത്തനെ ഉടനെ ആശുപത്രി കൊണ്ടുപോയി. അതൊരു തണ്ണിക്കായിട്ട് വന്ന് 2 പേര് മരിച്ചു അല്ലേ, 2 പേരാണ് അവിടെ ഇടിച്ച് മരിച്ചത്. 2 പേരെന്ന് പറഞ്ഞാൽ അവർക്ക് അറിയില്ല ഇവർ ഇത് വെച്ചേക്കണം, ഒരു ലൈറ്റ് പോലും ഇല്ല. ഓടി അവർ തമിഴ്നാട്ടിൽ കച്ചവട സ്ഥാപനങ്ങൾ എല്ലാം എത്ര കടകൾ ഇവിടെ ഇപ്പം ഫ്രണ്ട്സ് എല്ലാവരും അടച്ചിട്ടേക്കാണ്. കാരണം നമ്മൾ ഈ ചെള്ളയാണ്, വേറെ ഇവരുടെ നിരുത്തരവാദപരമായ പ്രവർത്തനത്തിന് സംഭവിച്ചേക്കുന്നത്. അല്ലാണ്ട് സർക്കാരിനെ കാരണം സർക്കാരൊക്കെ നല്ല റോഡ് ഇവിടെ ഉണ്ട്. ഹൈവേ എന്ന് പറഞ്ഞ് പവിത്രമായ റോഡായിരുന്നു. ഇത് നശിപ്പിച്ച ഇവരാണ്. ആരാണ് ഇതിന്റെ ഉത്തരവാദി? ആരും പ്രതികരിക്കാനില്ല. ഉടനെ ഒന്ന് 12 കിലോമീറ്റർ അകലുള്ള ജനങ്ങളാണ് ഇപ്പോൾ സംഘടിച്ചത്. ഇത് കണ്ട, ആ വരുന്ന ജാഥയെ കണ്ട, ഒരു രാഷ്ട്രീയക്കാരനും ഇല്ല. ജനങ്ങൾ പ്രതികരിക്കാൻ സഹിക്കാൻ പറ്റാഞ്ഞിട്ടാണ്, അവനായിട്ട് മക്കൾക്ക് ജീവിക്കണ്ടേ ഇവിടെ, അതുകൊണ്ട് പ്രതികരിക്കാണ് കാണുന്നത്. ഇത്രയും ഒരു ഇത് ഞാൻ പറയാം, ഞങ്ങളുടെ ഇത്രയും വർഷത്തിലുള്ള ജീവിതത്തിൽ ആദ്യത്തെ അനുഭവം ഇതൊരു, ഇങ്ങനൊരു ലോകത്ത് കാണിയല്ലോ ഇതുപോലൊരു അനുഭവം. പറയാം. അതായത് ഈ വർക്ക് തുടങ്ങിയിട്ട് ഒരുപാട് നാളായി. പക്ഷെ അതിനു മുമ്പ് അവർ ചെയ്യേണ്ട കാര്യമൊന്നും ഈ അപ്രോച്ച് റോഡ് ശരിയാക്കേണ്ടതായിരുന്നു. കാണ ക്ലീൻ ചെയ്യണം. കാണ കോരാൻ തന്നെ വർഷകാലത്താണ്. വർഷകാലത്ത് ഒരു നെറ്റുവട്ടം കൊണ്ട് മണ്ണ് കോരി എന്തോരം കിട്ടുമെന്ന് കൊച്ചു പിള്ളേർക്ക് പോലും അറിയാം. അത് കോരി അവിടെ തന്നെ വിട്ടിട്ട് പോകും. അത് വീണ്ടും അതിലേക്ക് ഇറങ്ങി ഇവിടെ വെള്ളം നിറയും. അത് മറ്റൊരു കാര്യം. പിന്നെ ഇത്രയും പ്രക്ഷോഭണമൊക്കെ ഉണ്ടായതിന്റെ പേരിൽ, പിന്നെ ജനങ്ങളൊക്കെ സംഘടിപ്പിച്ചതിന്റെ പേരിൽ അവരെല്ലാവരും കൂടി വന്നിട്ട് ഇതൊരു തീരുമാനം, കലക്ടർ ഉൾപ്പെടെ വന്നൊക്കെ ഒരു തീരുമാനം എടുത്തിട്ടാണ് ഈ റോഡ് ശരിയാക്കാൻ തീരുമാനം. ഈ റോഡ് ശരിയാക്കിയിട്ട് 5 ദിവസമേ ഉള്ളൂ. അതുവരെ ഇവിടെ ഇലക്ട്രിസിറ്റി ഉണ്ടായിരുന്നു. ഇലക്ട്രിസിറ്റിക്കാർ നിലവിലുണ്ട്, ഇലക്ട്രിസിറ്റി ബോർഡ് കൊണ്ടുവരും. അവരാരും അറിഞ്ഞിട്ടില്ല ഈ കാര്യം. ഇപ്പം അത് ശരിയായി കഴിഞ്ഞപ്പോൾ വെട്ടിപ്പൊളിക്കാനായിട്ട് വന്നിരിക്കണം. സ്കൂളിൽ പോണ പിള്ളേരൊക്കെ അലച്ചു വീണിട്ട് ചെളിയാട് കൂടി വീട്ടിൽ അല്പസമയം ഞാൻ പെട്ടെന്ന് തിരിച്ചെത്താം. നമ്മുടെ MLA ദലീമ ജോജോ നമ്മോടൊപ്പം ചേരുന്നു. അരൂരിലെ കാര്യം സംസാരിക്കാൻ, അവിടുത്തെ പ്രശ്നങ്ങൾ അറിയിക്കാൻ. ശ്രീമതി ദലീമ, വളരെ വിഷമത്തോടു കൂടിയാണ് ഞങ്ങൾ കേരള വിഷൻ ന്യൂസ് ഈ വാർത്ത അവതരിപ്പിക്കുന്നത്. അവിടെ ഞങ്ങൾ ഈ വാർത്ത നൽകുമ്പോൾ അവിടെ പ്രതിഷേധം നടക്കുകയാണ്. ജനങ്ങളുടെ കൂട്ടായ്മ പ്രതിഷേധിക്കുകയാണ്. അവിടുന്ന് തത്സമയ വിവരങ്ങൾ ഞങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് ശ്രീമതി ദലീമയും വിളിച്ചത്. ഞാൻ കണ്ടിരുന്നു നിയമസഭയിൽ താങ്കൾ അവതരിപ്പിച്ച ആ ഒരു റിപ്പോർട്ട്, പ്രസ്താവന ഞാൻ കണ്ടിരുന്നു. വളരെ അതിൽ അഭിനന്ദിക്കുന്നു, പുകഴ്ത്തുന്നു. എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഈ അരൂരിലെ വാസികൾ അല്ലെങ്കിൽ ആ ഹൈവേയിലൂടെ പോകുന്നവർ നേരിടുന്നത്? ഹലോ, നമസ്കാരം, എല്ലാവർക്കും നമസ്കാരമേ. ഞാൻ വളരെയധികം വിഷമിക്കുകയാണ്. കാരണം ഈ അരൂർ മേൽപ്പാലത്തിന്റെ പണിയുമായിട്ട് ബന്ധപ്പെട്ട് അതിന്റെ തുടക്കം മുതൽ നമ്മൾ പല മീറ്റിങ്ങുകളിലും വിളിച്ചു ചേർത്തിരുന്നു. പക്ഷേ ഈ മീറ്റിങ്ങുകളിലെല്ലാം ഉദ്യോഗസ്ഥർ വരുന്നുണ്ട്. പക്ഷെ അതിനനുസരിച്ചുള്ള
എന്താ പറയുക, ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു പ്രവർത്തനം അവിടെ നടത്താത്ത വിധത്തിലാണ് ഈ മേൽപ്പാലത്തിന്റെ പണിയുമായിട്ട് ബന്ധപ്പെട്ട് റോഡുകൾ വളരെയധികം ദുർഘടം പിടിച്ച റോഡുകളായിട്ട് മാറുകയും മനുഷ്യർക്ക് നടക്കാൻ പോലും പറ്റാത്ത വിധത്തിലാവുകയും ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അത് ദിവസം പറയും. നമ്മൾ എല്ലാ DDC മീറ്റിങ്ങുകളിലും നമ്മൾ പങ്കെടുത്തു. അന്ന് ബഹുമാനപ്പെട്ട ആരിഫ് MP ഉണ്ട്, അന്ന് അദ്ദേഹം MP ആയിരുന്നു, അദ്ദേഹം ഉണ്ട്, ഞാനുണ്ട്. ഞങ്ങൾ ഈ മീറ്റിങ്ങിൽ നിരന്തരം ഈ ഉദ്യോഗസ്ഥരെ കളക്ടറിന്റെ നേതൃത്വത്തിൽ വിളിച്ചു ചേർക്കുന്ന മീറ്റിംഗിൽ നിരന്തരം നമ്മൾ ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തുകയും അവരോട് ഇത് നിങ്ങൾ തുടക്കം തന്നെ പിന്നെ അതിന് പാരലായിട്ടുള്ള റോഡ് ക്ലിയർ ചെയ്ത് കാണുകയും ക്ലിയർ ചെയ്തിട്ട് മാത്രമേ നിങ്ങൾ ഈ പണി നടത്താൻ പാടുള്ളൂ എന്ന് നമ്മൾ തുടക്കം മുതൽ പറഞ്ഞാണ്. പക്ഷേ വലിയ എന്താ പറയുക അവഗണനയാണ് ആ സമയത്ത് ഉണ്ടായിരുന്നത്. കാരണം കേന്ദ്ര ഗവൺമെന്റിതാണ്, നമുക്ക് MLAക്ക് നമ്മുടെ സംസ്ഥാനത്തിനും അതിൽ ഇടപെടുന്നതിനൊരു പരിധിയുണ്ട്. കാരണം PWD റോഡുകളെല്ലാം നമ്മൾ നല്ല മെച്ചമായിട്ടുള്ള നിലയിലാണ് നമ്മൾ പൂർത്തിയാക്കി വെച്ചിരിക്കുന്നത്. പക്ഷേ ഈ ഒരു റോഡുമായിട്ട് ബന്ധപ്പെട്ട് അവിടെയുള്ള മനുഷ്യർക്ക്, പ്രത്യേകിച്ച് അരൂര് മുതൽ തുറവൂരുള്ള മനുഷ്യർക്ക് എലിവേറ്റഡ് ഹൈവേ വരുന്നതിനനുസരിച്ച് രണ്ട് സൈഡിലും സ്ഥലമെടുപ്പോ മറ്റുള്ളവർക്ക് എന്തെങ്കിലും സഹായം കിട്ടുന്ന വിധത്തിലോ ഒന്നും തന്നെ പോയില്ല. കാരണം അവിടെ സ്ഥലമെടുത്തില്ല. അടുക്കുകൂടെ ഈ എലിവേറ്റഡ് പാത വരുന്നതുകൊണ്ട് ഇരു സൈഡിലുള്ള മനുഷ്യർക്ക് 5 പൈസ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കിട്ടിയുമില്ല. പക്ഷെ ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കേണ്ടത് എൻ്റെ ഈ മണ്ഡലത്തിലുള്ള ഈ അരൂര് മുതൽ തുറവൂര് വരെയുള്ള പ്രദേശത്തുള്ള പാവപ്പെട്ട മനുഷ്യരാണ്. നടക്കുന്ന മനുഷ്യർ ചെളി കുട്ടിയിട്ട്, കാരണം ഇവരെ ഡ്രഡ്ജ് ചെയ്യുമ്പോൾ ഒഴുകുന്ന വെള്ളത്തിൽ നിന്നുള്ള ചെളിയും മണലും കൂടെ കുഴഞ്ഞിട്ട് മനുഷ്യർ വീഴുകയാണ്. എത്ര അപകടങ്ങളാണ് അവിടെ ഉണ്ടായത്. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഞാൻ എൻ്റെ ഏറ്റവും ലാസ്റ്റത്തെ ഇടപെടലായിരുന്നു പിന്നെ നമ്മളുടെ എന്താ പറയുക സബ്മിഷനിലൂടെ അവതരിപ്പിച്ചത്. കാരണം അത്രയേറെ വേദനിക്കുന്നു. നമ്മളിത് ആഗ്രഹിക്കുന്നു. നമുക്ക് ടൂറിസവും നമ്മളുടെ വളർച്ചയും ഒക്കെ വളരെ നല്ലതാണ്. നമ്മുടെ നാടിന്റെ വളർച്ച വളരെ ആഗ്രഹിക്കുന്ന ഒന്ന് തന്നെയാണ്. പക്ഷേ അത് ജനങ്ങൾക്ക് ദുരിതമുണ്ടാക്കുന്ന തരത്തിലോട്ട് പോകുമ്പോഴേ ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ ജനങ്ങളാണ് നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. നമ്മൾ ഒരു തരത്തിലും ഇത് എന്താ പറയുക ഇതിന്റെ മോശമായ ഒരു അവസ്ഥയിലേക്ക് പോകാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. ജനങ്ങൾ ദുരിതപ്പെട്ട് മരണങ്ങൾ നടന്നു കഴിഞ്ഞാൽ ജനങ്ങളില്ലാതെ നമുക്ക് എന്ത് വികസനം? അത് ഞാൻ ആഗ്രഹിക്കുന്നുമില്ല. നമുക്ക് വികസനം വേണം. നമുക്ക് ടൂറിസം വളരണം, നമ്മുടെ നാട് വളരണം, എല്ലാം വളരണം. കേരളം എന്താ പറയുക മറ്റ് രാജ്യങ്ങൾ പോലെയൊക്കെ കേരളം ആവണം. പക്ഷേ അത് ജനങ്ങൾക്ക് ദുരിതം ഉണ്ടാക്കുന്ന രീതിയിലുള്ളത് നമ്മൾ ഒരു ജനപ്രതിനിധിയും ആഗ്രഹിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. അതിന് നടപടി പല പ്രാവശ്യം എടുത്തു. ഇപ്പോ നമ്മുടെ കളക്ടർ വന്നു, ആ ഭാഗമൊക്കെ സന്ദർശിച്ചു. ഇപ്പോഴും അവിടെ കുഴികൾ മാത്രമേ അടയ്ക്കുന്നുള്ളൂ. അതല്ല, നമുക്ക് ഈ റോഡ് തന്നെ കംപ്ലീറ്റ് പാരലായിട്ട് അതിന് മറ്റു വാഹനങ്ങൾക്ക് ഓടുവാനുള്ള സംവിധാനം നന്നായിട്ട് തന്നെ പോകണമെന്ന് തന്നെയാണ്. നടപ്പാത ഗംഭീരമാക്കണം. പക്ഷെ ഇതൊക്കെ ഒരുപക്ഷെ അത് ഞാനിപ്പോ ഇന്നലെയും ഇവിടെ കൂടെ കടന്നു വരുമ്പോൾ കണ്ടത് കുറച്ച് ഭാഗം മാത്രമാണ് തേച്ച് വയ്ക്കുന്നതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടത്. അത് പറ്റത്തില്ല എന്നുള്ള നടപടിയിലേക്ക്, ഇനി അടുത്ത നടപടിയിലേക്ക് ഞാൻ പോകാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ്. എനിക്ക് വല്ലാത്ത എതിർപ്പുണ്ട്. കാരണം ജനങ്ങളെ അറിയിക്കാനായിട്ട് ഞാൻ അനുവദിക്കില്ല. അവിടെ എനിക്ക് ഇത്രയും കാലം ജീവിതം ഉണ്ടായി. പക്ഷേ 20-25 വയസ്സുള്ള കുട്ടികൾ വന്ന് വെള്ളത്തിൽ വീണ് അപകടങ്ങൾ ഉണ്ടാകുന്നു, മരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആർക്ക് അംഗീകരിക്കാൻ പറ്റും ഇത്? അപ്പോൾ ആ ഒരു അവസ്ഥയിലോട്ട് ഈ സംഭവം പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഇപ്പൊ നിയന്ത്രണം. ഇപ്പോൾ എന്ത് നമ്മൾ ഈ പ്രതിഷേധമെല്ലാം കണ്ടു, നിയമസഭയിൽ താങ്കൾ സബ്മിഷൻ അവതരിപ്പിച്ചു, അതെല്ലാം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ അവിടെ പ്രതിഷേധിക്കുന്ന ജനങ്ങളോട്, ഇപ്പോൾ എനിക്കറിയാം MLAയുടെ വീടും പരിസരവും എനിക്കറിയാം, തൊട്ടടുത്താണ് ഈ ദേശീയപാത കടന്നു പോകുന്നത്. അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയാൽ ഈ ജനങ്ങൾ ഇപ്പോൾ ആ അരൂർ ദേശീയപാതയ്ക്ക് നടുവിലൂടെ അവർ പ്രതിഷേധിക്കുകയാണ്. അത് കാണാൻ കഴിയും. നമുക്ക് എന്ത് പറയാൻ കഴിയും? ഞങ്ങളുടെ റിപ്പോർട്ടർ അവിടെയുണ്ട്. ഈ പ്രതിഷേധിക്കുന്ന ജനങ്ങളോട് നമുക്ക് എന്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയും? MLA എന്ന രീതിയിൽ എന്താണ് അവരോട് പറയാൻ കഴിയുക, ഒരു പരിഹാര മാർഗം? നമ്മൾക്ക് എത്ര വന്നാലും ഈ പ്രതിഷേധം നമുക്ക് ആവശ്യമാണ്. പക്ഷേ അതിന് നമുക്ക് അതായത് നമുക്ക് പണി നടക്കാതെ ഇത് ഇവിടെ തന്നെ ഇടാൻ സാധിക്കത്തില്ലല്ലോ. ഇതിപ്പോ കോടതിയും ഒക്കെ ഇതിൽ ഇടപെട്ടിട്ടുണ്ട്. നമുക്ക് പണി നടത്താത്ത വിധത്തിൽ നമുക്ക് ഇവിടെ ഇടാൻ പറ്റത്തില്ല. ബഹുമാനപ്പെട്ട PWD മിനിസ്റ്റർ ഇടപെട്ടിട്ടുണ്ട്. അദ്ദേഹം ഇതില് സബ്മിഷനിലൂടെ അവതരിപ്പിച്ചപ്പോൾ അദ്ദേഹം വളരെയധികം സപ്പോർട്ടായിട്ടാണ് എഴുന്നേറ്റ് നിന്ന് അദ്ദേഹം കാര്യങ്ങൾ പറയുന്നത്. ഏതായാലും നമ്മളുടെ ഈ വികസനം നാടിന് എന്ന് വെച്ചാൽ നമ്മള് തടസ്സപ്പെടുത്താത്ത വിധത്തില് നമുക്ക് ഇവര് കൃത്യമായിട്ട് ചെയ്യുന്ന വിധത്തിൽ ജനങ്ങളുടെ ആ ഒരു പരാതിക്കൊപ്പം തന്നെ ഞാനും ഉണ്ട്. എന്റെ മനസ്സുകൊണ്ട് ഞാൻ ഒപ്പത്തിനൊപ്പം ഉണ്ട്. അപ്പോൾ പക്ഷെ എനിക്കിപ്പോൾ ഇറങ്ങാൻ പറ്റാത്ത, എനിക്ക് ഇച്ചിരി വയ്യാതിരിക്കുന്നതുകൊണ്ടുള്ള ഒരു സാഹചര്യം ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇറങ്ങാത്തത്. അല്ലെങ്കിൽ ജനങ്ങളുടെ ഒപ്പം ഞാനും ഉണ്ട് മുന്നില്. എത്ര വന്നാലും ഇതിന്റെ പണി നന്നായിട്ട് തന്നെ നടന്നു പോകണം. ജനങ്ങൾക്ക് യാതൊരു കുഴപ്പമില്ലാത്ത വിധത്തിൽ ഇത് മുന്നോട്ട് പോകണം. ജനങ്ങൾ പ്രതിഷേധിക്കുന്നുണ്ടെങ്കിൽ അത് അവരുടെ ന്യായമായ അവകാശമാണ്.
അവകാശത്തിനൊപ്പം തന്നെയാണ് ഓരോ ജനപ്രതിനിധി നിലകൊള്ളുന്നത്. ഏതായാലും നിങ്ങളുടെ ഒപ്പം, ജനങ്ങളുടെ ഒപ്പം ഞങ്ങൾ എല്ലാവരും ഉണ്ട് എന്ന് തന്നെ എനിക്ക് പറയാനുള്ളത്. ശരി, വളരെ നന്ദി ശ്രീമതി ദലീമ ജോജോ MLA നമ്മോടൊപ്പം ചേർന്നത്. അരൂർ MLA ആണ് നമ്മോടൊപ്പം ചേർന്ന പ്രദേശത്താണ് ഇപ്പോൾ ഈ പ്രശ്നങ്ങൾ നടക്കുന്നത്. എബിയിലേക്ക് വരികയാണ്. എബി, MLA ദലീമയാണ് നമ്മളോട് സംസാരിച്ചത്. എന്തായാലും ജനങ്ങൾക്കൊപ്പം ഉണ്ട് എന്ന് പറയുന്നു. അവരും നിസ്സഹായാണ്. കാരണം ഇത് ദേശീയപാതയുടെ കയ്യിലിരിക്കുന്ന കാര്യമാണ്. അവരാണ് ഇത് ചെയ്യേണ്ടത്. നമ്മൾ സമ്മർദ്ദം ചെലുത്തുന്നു, ഈ പ്രതിഷേധം ഉണ്ടാക്കുന്നു, അവർ താൽക്കാലികമായി പരിഹാരം ഉണ്ടാക്കാമെന്ന് പറയുന്നു. പക്ഷേ ഇതൊന്നും ഉണ്ടായിട്ടില്ല. ഈ ജനങ്ങളോട്, പ്രതിഷേധിക്കുന്നവരോട് MLAക്ക് പറയാനുള്ളത് അവരുടെ കൂടെയുണ്ട്, അവരുണ്ട് എന്നാണ് പറയുന്നത്. അവർ സബ്മിഷൻ അവതരിപ്പിച്ചു, അത്തരത്തിൽ ഈ ഒരു നീക്കമൊക്കെ നടത്തിയിട്ടുണ്ട്. പക്ഷേ ഈ ദേശീയപാത അതോറിറ്റി ഇപ്പോൾ എടുത്തിരിക്കുന്ന തീരുമാനം എന്താണ്? അവർക്ക്, ഈ നാട്ടുകാർക്ക് നൽകിയ ഉറപ്പ് എന്തുകൊണ്ട് പാലിക്കപ്പെട്ടില്ല എന്നാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. എബി, ഫിജി, ഈ കുറെ നാളുകളായി തന്നെ ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. എന്തായാലും നമ്മൾ പറഞ്ഞ് പകുതിക്ക് വെച്ചൊരു കാര്യത്തിന്റെ ബാക്കി കൂടെ കേട്ടെടുത്ത ശേഷം നമുക്ക് ഒരുപാട് ആളുകൾ പ്രതിഷേധക്കാരുണ്ട്. നമുക്ക് അതിലേക്ക് കൂടെ വരേണ്ടതുണ്ട്. എന്തായാലും ആ പറഞ്ഞു വെച്ച അവസാനം നമുക്കൊന്ന് മുഴുവിപ്പിക്കാം. പറഞ്ഞു വെച്ചതെന്ന് പറഞ്ഞാൽ ഈ ഉയരപ്പാത വരുന്നത് കൊണ്ടോ വികസനം വന്നുകൊണ്ടോ ആർക്കും എതിരില്ല. പക്ഷെ അത് ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് ആകരുതെന്ന് മാത്രമുള്ള അപേക്ഷയുള്ളൂ. മറിച്ച് ഇത് ചെയ്യാൻ തുടങ്ങിയിട്ട് 5 ദിവസമായുള്ളൂ. ഈ 5 ദിവസത്തിന് മുമ്പ് ഇവിടെ ഇലക്ട്രിസിറ്റി ബോർഡ് ഉണ്ടായിരുന്നു. ആന്ധ്രയിൽ നിന്ന് വരണ്ട ഇലക്ട്രിസിറ്റിക്കാർ അരൂരുണ്ട്. അവർക്കിത് ചെയ്യാമായിരുന്നു. ഇപ്പൊ ഈ വെട്ടിപ്പൊളിക്കണത് അവർക്ക് അന്നേരം ചെയ്യാമായിരുന്നു. ഈ റോഡ് ശരിയാക്കിയതിന് ശേഷം അവർ വന്നേച്ചും വെട്ടിപ്പൊളിക്കാൻ തുടങ്ങി. ഇനി അവിടം വെച്ച് പിന്നെയും പോവുകയാണ് ഈ കാണുന്നത്. വീണ്ടും ദുരിതത്തിലാകുകയാണ് ചെയ്ത്. ഈ ചെയ്ത പണി പാഴാകുകയാണ് ചെയ്ത്. അതുപോലെ തന്നെ കാണാൻ വരുന്ന കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചാണ്. വെള്ളത്തിട്ട് കോരിയിട്ടൊന്നുമില്ല. കാരണം വെള്ളത്തിട്ട് നെറ്റ് കൊണ്ട് കോരിയ എന്തോരം മണ്ണ് കിട്ടുമെന്ന് നമുക്കറിയാം. കൊച്ചു പിള്ളേർക്ക് പോലും പറയും. അതൊക്കെ കോരി തന്നെ വക്കെ വെച്ചിരിക്കണം. അടുത്ത മഴക്കത് താഴ്ത്താട്ട് വീണ്ടും വരും. ഒരു തുള്ളി വെള്ളം പോലെ പാലം വരെയുള്ള കാണേണ്ടത്. അത് ക്ലിയർ ആക്കാത്ത കാര്യത്തോളം കാര്യം ഇത് ആദ്യം ചെയ്യേണ്ട കാര്യമാണ്. ഇത് ആദ്യം അവർ ചെയ്യേണ്ട കാര്യമാണ്. ആദ്യം കേന്ദ്ര സർക്കാരാണെങ്കിലും കേരള സർക്കാരാണെങ്കിലും ഇതിന്റെ കോൺട്രാക്ടർമാരാണെങ്കിലും ആരാണെങ്കിലും അതുകൂടി ചെയ്തിട്ട് വേണമായിരുന്നു തുടങ്ങാൻ. തുടങ്ങിയതിന് ശേഷം ഈ അപ്രോച്ച് റോഡ് ശരിയാക്കിയിട്ട് വേണമായിരുന്നു ഇപ്പോൾ തുടങ്ങാൻ. അപ്പം ഈ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല. ഇന്നാളൊരു കുട്ടി വന്ന് വെള്ളത്തിൽ വീട്ടേ ഒരു 10-16 വയസ്സുള്ളത് ഫംഗ്ഷന് പോകാൻ വേണ്ടി വന്നാണ്. നനഞ്ഞു കുതിർന്ന് ഈ അഴുക്കുമായിട്ട് കടയുടെ ഇവിടെ വന്നപ്പോൾ കട ഞാൻ തുറന്നിട്ടുണ്ട്. ചേട്ടാ ഞാൻ എന്ത് ചെയ്യും, എനിക്ക് പോകാൻ പറ്റില്ല, വീട്ടിലോട്ടെങ്കിലും പോകണമല്ലോ, ഇത് കണ്ടാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു മാളോടെ നെല്ല് വെള്ളം കോരിത്തരാം, സോപ്പും തരാം, അല്ലാതെ വേറെ മാർഗ്ഗമൊന്നുമില്ല, ഇവിടെ കുളിമുറിയൊന്നുമില്ല. അതാ വെള്ളം കോരി കൊടുത്തുകൊണ്ട് ബക്കറ്റിൽ വെള്ളം എടുത്തുകൊണ്ട് വന്ന് കൊടുത്ത് ആ വെള്ളം മേത്തൊഴിച്ച് കഴുകിയേച്ചും ടാങ്ക്, ഞാൻ പറഞ്ഞു ടാങ്ക് ഒന്നും പറയട്ടെ, ഇത്ര ചെയ്യാൻ ഉപകാരപ്പെട്ടുള്ളതെന്നും പറഞ്ഞ് അതിനെ പറഞ്ഞു വിടുകയാണ്. അപ്പോൾ ഇത്രയും വലിയ കാര്യം ഉണ്ടായിട്ട് പോലും ഇവിടെ അധികാരികളോ ആരോ MLA-മാരോ MP-മാരോ ആരും ഇത് തിരിഞ്ഞു നോക്കാൻ പറ്റാത്തൊരു സങ്കടം കൊണ്ട് പറഞ്ഞു പോയതാണ്. തീർച്ചയായും ഇതിനപ്പുറത്തേക്ക് വലിയ ഒരു പ്രതിഷേധം എന്താ വെച്ചാൽ നമ്മൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഈ ആവശ്യം ഇവർ ഉന്നയിക്കുന്നുണ്ട്. ഈ ഗതികെട്ടിട്ടാണ്, അതായത് ഇതിനകത്തൊരു ഒരു തരത്തിലുള്ള രാഷ്ട്രീയ പാർട്ടി അല്ലെങ്കിൽ ആ നിലയ്ക്കുള്ള സംഭവമല്ല, ഇത് ജനകീയ പ്രക്ഷോഭമാണ്. ജനങ്ങൾ മുന്നിട്ടിറങ്ങിക്കൊണ്ട് തന്നെയുള്ള നടത്തിയിട്ടുള്ള പ്രതിഷേധങ്ങളാണ്. അതുകൊണ്ടാണ് ഒരുപക്ഷെ ഈ കഴിഞ്ഞ 3 ദിവസമെങ്കിലും ഇത് അടച്ചിട്ടിട്ട് ഇത്രയും ഭാഗമെങ്കിലും കോൺക്രീറ്റ് നടപടിയിലേക്കെങ്കിലും വന്നിട്ടുള്ളത്. പക്ഷേ അതൊരിക്കലും ഒരു ശാശ്വതമായിട്ടുള്ള പരിഹാരമല്ല എന്നുള്ളത് നമുക്ക് ഇവിടെ വന്ന് കാണുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. ഇത് പണി ഏതാണ്ട് പൂർത്തിയാക്കിയ നിലയ്ക്കുള്ള വാർത്തകളൊക്കെ ചില സ്ഥലങ്ങളിൽ നിന്ന് വരുന്നുണ്ടെങ്കിൽ പോലും അത് ആ നിലയ്ക്കല്ല. അത് ഇവിടെ വന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും പൂർത്തിയായിട്ടില്ല. ഒരു തരത്തിലും ഈ കുഴികളടക്കൽ ചില കണ്ണിൽ പൊടിയിലായിട്ടുള്ള ചില പരിപാടികൾ മാത്രമാണ് നടന്നിരിക്കുന്നതെന്ന് കൃത്യമായിട്ട് അറിയാം. എന്തായാലും ഇവരുടെ പ്രതികരണം തന്നെയാണ് ഇതിനകത്ത് ഏറ്റവും ആപ്റ്റായിട്ടുള്ളത് നമുക്ക് മനസ്സിലാക്കാം. എങ്ങനെയാണ് ജനങ്ങളുടെ തീരാ ദുരിതത്തിലാക്കിക്കൊണ്ട് തുറവൂർ അരൂർ എലിവേറ്റഡ് ഹൈവേയുടെ നിർമ്മാണം അശാസ്ത്രീയമാണ്. ഇപ്പോൾ 3-4 ദിവസമായിട്ട് ഇവിടെയുള്ള ഒരു 10ഓളം സ്കൂളുകൾ അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഈ കരാറുകാരുടെ ഈ അനാസക്കെതിരെ ഈ പഠിക്കാൻ പോകുന്ന കുട്ടികൾക്ക് അവരെന്ത് പിഴച്ചിട്ടാണ് അവർ ഈ ദുരിതം അനുഭവിക്കേണ്ടത്? ഒരു യാത്രക്കാരൻ നടന്നു പോകാൻ വേണ്ടി നിങ്ങൾക്ക് തന്നെ മീഡിയക്ക് നോക്കുമ്പോൾ അറിയാം, ഒരു യാത്രക്കാരൻ നടന്നു പോകാനുള്ള സൗകര്യം പോലും ഇവരിപ്പോൾ പുനർനിർമ്മാണം ചെയ്തു എന്ന് അവകാശപ്പെട്ടിട്ട് പോലും അവർ അതിനുള്ള ഒരു സംവിധാനം ഒരുക്കിയിട്ടില്ല. ഇവിടെ കെട്ടിക്കിടക്കുന്ന ഈ വെള്ളം ഇവരിവിടുന്ന് ടാങ്കർ ലോറിക്ക് അടിച്ചു റോഡ് നനയ്ക്കുന്ന വേജന കുറച്ച് ദൂരത്തേക്ക് മാറിയ ടാങ്കർ ലോറിയുടെ ലോക്ക് ഓണാക്കിയിട്ട് ആ വെള്ളം റോഡിലേക്ക് ഒഴിച്ച് റോഡ് നനച്ചു പോകുന്ന ഒരു സംവിധാനമാണ് ചെയ്തിട്ടുള്ളത്. ജനങ്ങളെ സത്യം പറഞ്ഞാൽ വിഡ്ഢികളാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന് ചെളിവെള്ളം ഇവിടെ നിന്ന് ചെളിവെള്ളം കോരിയിട്ട് ചെയ്യുന്ന പരിപാടിയാണ്. ഇവിടെ റോഡിലേക്ക് ആനയുണ്ട്. ഈ റോഡ് ആദ്യം ഇവർ ഉയരപ്പാതയായിട്ട് ബന്ധപ്പെട്ട് ചെയ്യുന്ന സമയത്ത് ആദ്യം സർവീസ് റോഡ് ക്ലിയർ ചെയ്തിട്ട് വേണമായിരുന്നു ഇവർ ഈ ഉയരപ്പാതയുമായിട്ട് വരാനായിട്ട്. ഇവിടെ ഈ കെട്ടിക്കിടക്കുന്ന ചെളികൾ നിങ്ങൾക്കറിയാം, ഇതൊന്നും ഇവിടുന്ന് കൊണ്ടുപോകുന്നില്ല. മഴ പെയ്യുമ്പോൾ ഈ ചെളികളെല്ലാം ഒഴുകി റോഡിലേക്കും റോഡിന്റെ സൈഡിൽ സ്ഥാപിച്ചിട്ടുള്ള കാണയിലേക്കും വരുന്നത്. ഈ ചെളി വന്ന് ഇവിടുത്തെ കാണകൾ മൂടിപ്പോയി. രണ്ടാമത് ഇവര് ജനങ്ങളുടെ പ്രതിഷേധം കണക്കിലെടുത്ത് കാണ ക്ലീൻ ചെയ്തു. കാണ ക്ലീൻ ചെയ്തിട്ട് രണ്ടാമത് ഇവിടെ വീണ്ടും മഴ പെയ്തപ്പോൾ വെള്ളം എന്ത് ചെയ്തു, ഇവർ നേരെ പമ്പ് ചെയ്തത് നിങ്ങൾക്ക് കാണാൻ പറ്റും. മോട്ടോർ വെച്ചിട്ട് ഇപ്പോഴും കാണയിലേക്കാണ് പമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്കിവിടെ പറയാനുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി ഈ നിർമ്മാണം നടക്കണമെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ സർവീസ് റോഡുകൾ ജനങ്ങൾക്ക് സഞ്ചാരം യോഗ്യമാക്കിക്കൊണ്ടിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് മാത്രമേ ഇനി സമ്മതിക്കൂ എന്നുള്ള പ്രഖ്യാപനത്തോടുകൂടി
ബുധനാഴ്ച 10-ാം തീയതി സംയുക്ത റെസിഡൻസ് അസോസിയേഷനും ഇവിടുത്തെ വ്യാപാരി സമൂഹങ്ങളും ജനകീയ സമിതിയും ഓട്ടോറിക്ഷ തൊഴിലാളികളും പൊതുസമൂഹവും എല്ലാം കൂടി ഒത്തുചേർന്നുണ്ട് ഇവരുടെ പണികൾ സ്തംഭിപ്പിക്കാൻ വേണ്ടിയാണ് തീരുമാനിച്ചിരിക്കുന്നത്. നടത്താവുള്ളൂ. അദ്ദേഹം പറഞ്ഞ മാതിരി 6 മണി വരെയുള്ള സമയങ്ങളിൽ, രാത്രി സമയങ്ങളിൽ മാത്രമേ നിർമ്മാണം നടത്താവുള്ളൂ എന്നതുൾപ്പെടെ, പിന്നെ അതേപോലെ തന്നെ ഈ പകൽ സമയങ്ങളിൽ ഇവരെ വലിയ വലിയ മെഷീനറികൾ റോഡിലേക്ക് ഇറക്കി റോഡ് തടസ്സപ്പെടുത്തുന്ന ഒരു സംവിധാനമുണ്ട്. ഒന്നാമത് ജനങ്ങൾ തിക്കിലും തിരക്കിലും വിട്ട് വരുന്ന ഈ സമയത്ത് അവരുടെ മെഷീനറി കൂടി റോഡിലേക്ക് ഇറക്കി 1 മണിക്കൂർ 2 മണിക്കൂർ ബ്ലോക്ക് ചെയ്യുമ്പോൾ ജനങ്ങൾ ആകെ അസ്വസ്ഥരാണ്. അതുകൊണ്ടിട്ട് ഇനിയിപ്പോൾ നിർമ്മാണം നടത്തണമെന്നുണ്ടെങ്കിൽ ജനങ്ങൾക്ക് സഞ്ചരിക്കാനുള്ള സർവീസ് റോഡുകൾ സുഗമമാക്കിയതിനു ശേഷം ഇവിടുത്തെ നിർമ്മാണ പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോയാൽ മതി. അല്ലെങ്കിൽ അതിനെതിരെ ശക്തമായി പ്രതികരിക്കാനായിട്ട് ഇവിടുത്തെ ജനങ്ങൾ ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് വരുമെന്ന് അറിയിച്ചുകൊള്ളുന്നു. ഈ കഴിഞ്ഞ ദിവസം കളക്ടറും അമിക്കസ് ക്യൂറി ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ വന്ന് ഇവിടുന്ന് റിപ്പോർട്ട് തേടില്ല. ഇപ്പോൾ 8-ാം തീയതി നാളെ ഇത് ഹൈക്കോടതിയിൽ ഈ കേസ് പരിഗണനയ്ക്ക് വരികയാണ്. അപ്പോഴാണ് റിപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം വരികയും പരിശോധിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ കോടതിയുടെ ഒരു കൃത്യമായിട്ടുള്ള ഇടപെടൽ ഉണ്ടാകുന്നുണ്ടല്ലോ, അങ്ങനെ നമുക്കൊരു ആശ്വാസം കിട്ടുന്നുണ്ടോ? അല്ല, ഇത് ശരിക്കും പറഞ്ഞാൽ കോടതിയുടെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഇടപെടൽ കൊണ്ടാണ് ഇത്രയെങ്കിലും ഒരു ആശ്വാസം ജനങ്ങൾക്കുണ്ടായത്. ഇത് 2023 ഫെബ്രുവരി മാസം 23-ാം തീയതി MLA സാന്നിധ്യത്തിൽ വിളിച്ചുകൂട്ടിയ സർവകക്ഷി യോഗത്തിൽ ആദ്യമായി ഇവർ തുടക്കം തന്നെ ഈ ബാരിക്കേഡുകൾ അശാസ്ത്രീയമായിട്ട് വെക്കുക, ചെളി റോഡിലേക്ക് ഒഴുകിയ. അപ്പോൾ ജനങ്ങളൊന്നുമില്ല, കാരണം ജനങ്ങൾക്ക് പോകാനുള്ള സംവിധാനങ്ങളുണ്ടായിരുന്നു, അപ്പോൾ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇവർ പോകെ ഇവർ ഇതിന്റെ ദുരിതഫലങ്ങൾ ജനങ്ങൾ അനുഭവിക്കുന്ന തരത്തിലേക്ക് മാറിക്കഴിഞ്ഞപ്പോൾ ജനങ്ങൾ പരാതി കൊടുക്കാനായിട്ട് തയ്യാറായത്. ആ പരാതി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ബ്ലോക്കിൽ വെച്ച് സർവകക്ഷി യോഗം കൂടി. ആ സർവകക്ഷി യോഗ തീരുമാനങ്ങൾ പോലും നടപ്പിലാക്കിയില്ല. കളക്ടർ ഓഫീസിൽ വെച്ച് വിളിച്ചുകൂട്ടിയ യോഗത്തിൽ തീരുമാനം നടപ്പിലാക്കിയില്ല. പിന്നെ ഇവർ ആരെയാണ് ഭയക്കുന്നത്? ഇതുമായിട്ട് ബന്ധപ്പെട്ട ജില്ലാ കളക്ടർ, ഈ ജില്ലയുടെ ഭരണാധികാരിയായിട്ടുള്ള ജില്ലാ കളക്ടർ വിളിച്ചുകൂടിയ യോഗത്തിന്റെ തീരുമാനങ്ങൾ പോലും നടപ്പിലാക്കാൻ കഴിയാത്ത തരത്തിൽ ഇവര് ഈ ജനങ്ങളെ ഉപദ്രവിക്കുന്ന തരത്തിലേക്ക് മാറിയപ്പോഴാണ് ജനങ്ങൾ ഒന്നാകെ ഇളകാൻ തുടങ്ങിയത്. ഈ സമരം എന്ന് പറയുന്ന ചെല്ലാന മോഡൽ, കണ്ണമാലി മോഡൽ സമരത്തിലേക്ക് മാറും. ചിലപ്പോൾ വാഹനങ്ങൾ സ്തംഭിക്കും, മുഴുവൻ സ്ഥലങ്ങളും സ്തംഭിപ്പിച്ചുകൊണ്ടായിട്ട് സമരം വരാമാണ്. ജനങ്ങൾക്ക് ജീവിക്കണം ഇവിടെ. കാണുന്നത് പോലും ഇപ്പൊ രണ്ട് വൃദ്ധന്മാർ, കാരണം മക്കളില്ലാത്ത ജീവിക്കുന്ന ആൾക്കാർ 2 പേരുണ്ടെങ്കിൽ അവർക്ക് മരുന്ന് മേടിക്കേണ്ടി വന്നു. മരുന്ന് മേടിച്ച് കഴിക്കുന്നവർക്ക് മരുന്ന് മേടിക്കാൻ പറ്റുന്നില്ല. വിദ്യാർത്ഥികളുടെ പഠിപ്പ് മുടക്കിയിട്ട് ഇപ്പം 4-5 ദിവസമായി. മനസ്സിലായി, ആരാധനാലയങ്ങളിൽ പോകാൻ പറ്റുന്ന എല്ലാ സ്ഥലത്തും ബാരിക്കേഡ് വെച്ച് അടച്ചിരിക്കുകയാണ്. കച്ചവടങ്ങൾ ഇവിടെ 150 കടകൾ അടച്ചു കഴിഞ്ഞ്, ആശുപത്രികൾ അടച്ച്. ഇത് നമ്മൾ ഈ കേരളത്തിലല്ലേ ജീവിക്കുന്നത്? ബന്ധപ്പെട്ട അധികാരികൾ ഇതിന് ശക്തമായ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ജനങ്ങളെ സത്യത്തിൽ ആക്രമോത്സകരായിട്ട് മാറുന്ന സ്ഥിതിയിലേക്ക് മാറും. ഞങ്ങൾ ആ പാതയിലേക്ക് പോകുന്നില്ല. സമാധാനപരമായിട്ട് ഗാന്ധിയൻ മോഡൽ സമരത്തിലേക്കാണ് ഞങ്ങൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ തന്നെ വാഹനങ്ങൾ പോകുന്നത് ഞങ്ങൾ തടസ്സം ഉണ്ടാക്കില്ല. റോഡിന്റെ ഓരം ചേർന്നുകൊണ്ടാണ്. നിങ്ങൾ ബഹുമാനപ്പെട്ട പത്രമാധ്യമ പ്രവർത്തകർ ചന്ദ്രു ഗവൺമെന്റ് ഹൈസ്കൂളിന്റെ അവിടെ ചെന്ന് നോക്കണം. പുഴ പോലെയാണ് കിടക്കുന്നത്. ഒരു ബോട്ട് വേണം അവിടെ ഇപ്പോൾ പുറത്തേക്ക് കടക്കണമെങ്കിൽ. അത്തരത്തിൽ ദുഷ്കരമായ ഒരു സ്ഥിതിയിലേക്ക് ഈ നമ്മുടെ ദേശീയപാതയെ മാറ്റി തീർത്തിരിക്കുകയാണ്. 3 ദിവസത്തേക്ക് അടച്ചിട്ടുകൊണ്ടുള്ള ഒരു നിർമ്മാണം നടത്തിയിരുന്നില്ല. അല്ലെങ്കിൽ മഴ കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രയോജനം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഇവിടെ ജനങ്ങളെ ശരിക്കും ബന്ദികളാക്കി എന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം ഇവിടെ ഈ പൊതുസമൂഹം, ഈ അരൂര് ചന്ദ്രനുള്ള ആൾക്കാർ ആരും പുറത്തേക്ക് പോയിട്ടില്ല. വിദ്യാർത്ഥികളടക്കം പുറത്തേക്ക് പോകാൻ പറ്റിയിട്ടില്ല. ആ സമയത്ത് ഇവർ ചെയ്യുന്നവരെ നിങ്ങൾക്കാണെങ്കിൽ പുറകെ നോക്കുകയാണെങ്കിൽ ഈ മെറ്റീരിയലും കുറെ മട്ടി വിട്ടിട്ട് വെറുതെ ചെയ്യുന്ന മാത്രമേ ഉള്ളൂ. ഇതിരുന്ന് ഒരു 2 ദിവസം വേനൽ വന്നു കഴിഞ്ഞാൽ ഈ പൊടി കംപ്ലീറ്റ് അടിച്ച് വീണ്ടും കുട്ടികൾ തിങ്കളാഴ്ച മുതൽ കുട്ടികൾ വരാൻ തുടങ്ങി. ഈ പൊടി കംപ്ലീറ്റ് അടിച്ച് കുഞ്ഞുങ്ങൾക്കും ജനങ്ങൾക്കെല്ലാം വീണ്ടും ദുരിതത്തിലേക്കേ പോവുള്ളൂ. അത് ശരിക്കും പറഞ്ഞാൽ ചെയ്തിട്ടില്ല എന്ന് തന്നെ തുറന്നു പറയാൻ പറ്റുള്ളൂ. ഇത് വിഡ്ഢികളാക്കാണ്ട് കുറെ മട്ടയും ചവറും മാത്രമായിട്ട് മൂടിയിട്ടുണ്ട്. ഇവിടെ ഉണ്ട്, അരൂരുണ്ട്. അതുകൊണ്ട് ഒരു പ്രയോജനമില്ല. അതും കുട്ടികൾക്ക് ബുദ്ധിമുട്ടേ വരുള്ളൂ. അസുഖങ്ങളും മറ്റു കാര്യങ്ങളും എല്ലാം ഇറങ്ങിക്കൊണ്ടിരിക്കുള്ളൂ. ഞങ്ങൾ 2 മാസം ഇത് അനുഭവിക്കുന്നത്. പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല. കച്ചവടം അടച്ചിട്ട് ഞങ്ങള്. കാരണം എന്താണ്, ഇവിടെ വരാൻ വഴിയില്ല. അങ്ങോട്ട് അങ്ങനെ കടകളിലേക്ക് കയറാൻ വഴിയില്ല. ഇവിടെ ഇത് ചൈന മതിൽ പോലെ അടച്ചിട്ടിരിക്കുകയാണ്. അവിടെ ഈ 10ാം വാർഡിലുള്ളവർക്ക് 15ാം വാർഡിലും വരാൻ പാടില്ല, 15ാം വാർഡിലുള്ളവർ 10ാം വാർഡിലും ചെല്ലാൻ പാടില്ല. ആ രീതിയിലുള്ള ബന്ധമാണ്. റോഡ് ക്രോസ് ചെയ്ത് നടക്കണമല്ല, ഒരു 200 മീറ്ററിന്റെ ഉള്ളിലെങ്കിലും ഒരു പ്രാവശ്യം നടക്കണമല്ല. അതിനുപോലും ഇവിടെ സൗകര്യം തരുന്നില്ല. ഇവർ ഏകാധിപതി പോലെയാണ് ഇവർ കാണിക്കുന്നത്. അവർക്ക് എന്തും ചെയ്യാം. കാരണം എന്താ അറിയോ, അവർ കേന്ദ്രത്തിന്റെ കൈക്കാരന്മാരാണ് അവർ, ഈ എടുത്തേക്കുന്നവര്. അതുകൊണ്ടാണ് അവര് എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാകുന്നത്. അതാണ് അരൂരി, എരമുല്ലൂർ, ചന്ദ്രൂർ ഭാഗങ്ങളിലാണെങ്കിൽ വേസ്റ്റ് ബോറിങ് വേണം, ചെളിവ് കാണിക്കുന്നത്. ചന്ദ്രൂർ പാലത്തിന് 2 വാറുണ്ട്, ഇടയ്ക്ക് കാപ്പുണ്ട്. ഈ വണ്ടിയങ്ങാട് തുറന്നുകൂടിയാണ്. ഇപ്പം അവിടെ തിന്ന പോലെ അപ്പുറത്തേക്ക് പോയി വെള്ളം പോയില്ല. ഈ കമ്പിയിലെ വെള്ളം എല്ലാ വെള്ളം കെട്ടിക്കിടക്കി നിൽക്കാൻ നോക്കണില്ല. ഭയങ്കര ബുദ്ധിമുട്ടാണ്. പാലത്തിന്റെ അടി ഉറച്ചുപോയി. 2 പാലുണ്ട്, 2 പാലത്തിൽ ക്യാപ്പുണ്ട്. ടാപ്പങ്ങ് തുറന്നു നോക്കുക. ഉൾപ്പെടേണ്ടതില്ലേ, അത് കൊണ്ടുവന്നിട്ട് തോട്ടിലിറക്കിയാണ്. അവിടെ ജലം അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നില്ല. വർഷങ്ങളായിട്ട് അവിടെ പ്രശ്നമുള്ളൊരു തോടാണത്, ആ മലിന തോടാണത്. അവിടെ ഇപ്പൊ ജലഗതാഗതം വരെ നിർന്നിരിക്കുകയാണ്, മൊത്തം മൂടിയിരിക്കുകയാണ്.
ഇവര് 1.5 വർഷം ഈ പണി തുടങ്ങിയിട്ട്. പക്ഷെ ഇപ്പം ജനങ്ങൾ ശക്തമായ ദുരിതത്തിലാണ് നിൽക്കണം. മനുഷ്യനൊന്നും പുറത്തിറങ്ങാൻ പറ്റുന്നില്ല, കുട്ടികൾക്കൊന്നും സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല, പ്രായമാർക്ക് റോഡിൽ ഇറങ്ങാൻ പറ്റുന്നില്ല. ഞാനിവിടെ ഒരു മെഡിക്കൽ ഷോപ്പ് കൊണ്ടിരിക്കുന്നവനാണ്. എനിക്ക് 1000 രൂപ ഇപ്പൊ കച്ചവടം, ഒരാളും വരുന്നില്ല. പലരും വന്നിട്ട് പലരും തീട്ടി വീഴണം. അവിടെ അത്ര കുളമായി കിടക്കുകയാണ്. അതുപോലെ ജനങ്ങൾക്ക് എല്ലാവർക്കും ഉപദ്രവമാണിത്. നമ്മളാരും വികസനത്തിനെതിരല്ല, വികസനം വേണം, ഇത് നമ്മുടെ നാടിന്റെ ആവശ്യമാണ്. പക്ഷെ അത് ജനങ്ങളെ ഇത്തരം ബുദ്ധിമുട്ടിലാക്കിക്കൊണ്ട് പാടില്ലല്ലോ. എവിടെയെല്ലാം ഈ എലിവേറ്റഡ് ഹൈവേയും ഫ്ലൈ ഓവറും മെട്രോ ഒക്കെ പണിത്, എറണാകുളത്ത് മെട്രോ പണിതല്ല, അവിടെ എല്ലാവരും പറഞ്ഞ എറണാകുളം നോർത്ത് ഓവർബ്രിഡ്ജ് പൊളിച്ചു പണിത് അവിടെ ഒരു മനുഷ്യനറിഞ്ഞില്ല. പക്ഷെ ഇവിടെ ഇത്രയും ജനങ്ങളെ ബുദ്ധിമുട്ടാക്കി 5 പഞ്ചായത്തിലെ ജനങ്ങളായി ദുരിതാനുഭവിക്കുന്നത്. അരൂരും ചന്തൂരില്ല, ഉറവൂര് മൂല അരൂർ വല്ല 5 പഞ്ചായത്തിലെ ജനങ്ങളായി ദുരിതാനുഭവിക്കുക. അതുമാത്രമല്ല കേരളത്തിന് തെക്കേറ്റത്തും വടക്കേറ്റത്തൊക്കെ ഇതിലെ യാത്ര ചെയ്യുന്ന ആൾക്കാർ ദുരിതാനുഭവിക്കുന്നത്. 4 കിലോമീറ്റർ പിന്നീട് 3.5 മണിക്കൂർ റോഡിൽ കിടക്കണം. അപ്പൊ നമ്മളെ ഏറ്റവും കൂടുതൽ വിലപ്പെട്ട സമയം റോഡിലാണ് പോകുന്നത്. അതൊക്കെ അവർക്ക് ഇപ്പം ജനങ്ങളുടെ പ്രശ്നമല്ല, ഞങ്ങളുടെ എന്തും നടക്കുമെന്നുള്ളൊരു ആശയോടെ അവര് അത് ജനങ്ങൾ ഇന്ന് സമ്മതിക്കില്ലത്. ശക്തമായ സമര പരിപാടിയായിട്ട് ഞങ്ങൾ 10-ാം തീയതി മുന്നോട്ട് പോകും. ഇത് അടച്ചിട്ട് 5 ദിവസമാണിത്. പക്ഷേ ഈ ഭാഗം അടച്ചിട്ടുണ്ടല്ലോ, പാലമ്പലം അടച്ചിട്ട് 3 ആഴ്ചയിൽ കൂടുതലായി, 4 ആഴ്ച. എന്താണ് ഇവിടെ ചെയ്തിരിക്കുന്നത്? ഇവിടെ വെള്ളം പോകുന്ന കാണാൻ സൈഡിൽ ഇപ്പൊ ഫുട്പാത്ത് എന്ന് പറഞ്ഞ് കുറച്ച് മെറ്റിലൂടെ ഇട്ടിരിക്കുകയാണ്. ഇവിടെ എന്നാണ് ഇവിടെ കൂടി ആൾക്കാർ വീഴണം നോക്കിയാൽ മതി. കാരണം ഇവിടെ തീർച്ചയായിട്ടും 2 വീലർ എടുക്കുക സൈഡിൽ കൂടി, അത് വീഴുകയും ചെയ്യും. ഇത് കണ്ടു രസിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ പാവപ്പെട്ട ജനങ്ങൾ ഈ കാൽനടക്ക് യാത്ര ചെയ്യാനുള്ള സൗകര്യമില്ല. ആൾക്കാർ പാവപ്പെട്ട ഈ പ്രായമായവരൊക്കെ ഈ ചെളിയിലൊക്കെ വീഴുകയാണ് ഇവിടെ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ. KSEBക്ക് അനാസ്ഥയുണ്ട്. ഈ റോഡ് സൈഡിലേക്ക് ട്രാൻസ്ഫോമർ, ഇരുമ്പ് പോസ്റ്റ് ഒന്നും അവർ മാറ്റിയിട്ടില്ല. അതൊക്കെ നേരത്തെ മാറ്റേണ്ടതായിരുന്നു, അതവർ മാറ്റിയിട്ടില്ല. 3-4 ദിവസമായിട്ട് ഇവിടെ അടച്ചിട്ടിരിക്കുന്നതിന്റെ തന്നെയാണ്. ഇപ്പൊ നോക്കിയിട്ട് ആ ചെയ്തേക്കാണ് കുത്തി പൊട്ടിച്ചുകൊണ്ടിരിക്കുന്ന കാണുന്നത്. പിള്ളേര് സ്കൂളിൽ പോകുന്ന ആൾക്കാരാണ്. 2 പീരീഡ് കഴിഞ്ഞിട്ടാണ് എപ്പോഴും ക്ലാസ്സിലെത്തുന്നത്. അപ്പൊ അറ്റൻഡൻസ് കിട്ടാറില്ല ഞങ്ങൾക്ക്. രാവിലെ പോകുമ്പോ താമസിച്ചില്ലെന്നുണ്ടല്ലേ? 2 പീരീഡ് കഴിയും എപ്പോഴും. ഇപ്പൊ എല്ലാ ദിവസവും ഇങ്ങനെ പോണത്. വഴിയെ നടന്നൊക്കെ എങ്ങനെയാ പോകുന്നത്? കുണ്ടും കുഴിയല്ലേ, ചെളിയല്ലേ? വെള്ളത്തിൽ കൂടിയൊക്കെ പോകുമ്പോ തെറിക്കാറൊക്കെ ഉണ്ട്. അകത്തോട്ട് തെറിക്കും. ബഹുമാനപ്പെട്ട കളക്ടർ ഇന്നലെ ഇവിടെ സ്ഥലം സന്ദർശിച്ചു. ഈ സ്ഥലം സന്ദർശിച്ചപ്പോൾ ഇവിടുത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തൃപ്തികരമാണെന്ന രീതിയിലാണ് റിപ്പോർട്ട് വന്നിരിക്കുന്നത്, പത്രമാധ്യമങ്ങളിൽ വന്നിരിക്കുന്നത്. അതൊരിക്കലും ശരിയല്ല എന്നുള്ളത് നിങ്ങൾക്ക് ചാനലുകാരായ നിങ്ങൾക്ക് ബോധ്യപ്പെട്ട് കാണുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം വെച്ചാൽ ഇവിടെ ഒരു നിർമ്മാണ പ്രവർത്തനങ്ങളും കാര്യമായിട്ട് നടന്നിട്ടില്ല. ഇവിടെ മർക്കടമുഷ്ടിയാണ്. പോലീസുകാർ സ്ഥലത്ത് തുച്ഛമായ പോലീസുകാരെ അരൂർ സ്റ്റേഷനെ സംബന്ധിച്ചിടത്തോളം ആ പോലീസുകാരെ ഡ്യൂട്ടിക്ക് ഇടാൻ പോലും കിട്ടാത്ത അവസ്ഥ. പക്ഷെ അവരെയും കൂടി വെച്ചുകൊണ്ട് മുതലെടുക്കുന്ന ഒരു സമ്പ്രദായമാണ് ഇവിടെ ഉള്ളത്. ഇവിടുത്തെ അവസ്ഥ ഇതാണ്. കാരണം ജനങ്ങൾ വളരെ ദുഃഖിതരാണ്. അവർക്ക് അരി മേടിക്കാൻ രക്ഷയില്ല, അതുപോലെ തന്നെ പുറത്തേക്ക് ഇറങ്ങാൻ രക്ഷയില്ല. ഓട്ടോറിക്ഷ തൊഴിലാളികളെ ഓടിയിട്ട് അവർക്ക് രക്ഷയില്ല. ഒരു മാർഗ്ഗം ഇല്ലാത്തൊരവസ്ഥയാണ്. ഇതിനൊരു പരിഹാരം ഉണ്ടാകണം. ഇനിയുള്ള വർക്കുകൾ, റോഡ് ഗതാഗതം അടച്ചുണ്ടായത് രാത്രി 6 മണിക്ക് ശേഷം മുതൽ രാവിലെ 6 മണി വരെ ആയിരിക്കണം ഇനിയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ. ഒരു കാരണവശാലും ഗതാഗത സ്തംഭനം ഉണ്ടാക്കരുത്. ഇതാണ് ഞങ്ങൾക്ക് അപേക്ഷിക്കാനുള്ളത്. ഒരു പ്രത്യേക കാര്യം എന്ന് വെച്ചാൽ ഇവിടുത്തെ ഓട്ടോ തൊഴിലാളികൾ, വ്യാപാരികൾ ഈ ഭാഗത്ത് കച്ചവടം ചെയ്യുന്ന ജനങ്ങളിലേക്ക് ഒരു ബുദ്ധിമുട്ടാണ് മനസ്സിലാക്കണം. 1 വർഷത്തിന് മേളിലേക്ക് കച്ചവടമില്ല. അത് നേരെ നോക്കിയോ, ആ ഹോട്ടല് പൂട്ടിയിട്ടേക്കണേ. 14ഓളം തൊഴിലാളികൾ വർക്ക് ചെയ്യണേ. അതുപോലെ ഇവിടെ ഓരോ സ്ഥാപനങ്ങൾ, എല്ലാവർക്കും വ്യാപാരി ലോൺ ഉണ്ടാവും, മറ്റേ ബാങ്ക് ലോൺ ഉണ്ടാവും, ഇതെല്ലാം ഉണ്ട്. EMI കോവിഡിന്റെ സമയത്ത് പോലും അത് മൊറട്ടോറിയം ചെയ്ത്. ഇന്ന് അങ്ങനത്തെ ഒരു തീരുമാനം പോലും ഇല്ല. ഇവിടുത്തെ ജനങ്ങൾ അതിനെന്ത് ചെയ്യും? ഓരോരുത്തരും ലോൺ അടക്കാൻ പറ്റാതെ 150ഓളം സ്ഥാപനങ്ങൾ ഇവിടെ നിർത്തിപ്പോയി. 35ഓളം പേര് രക്തസാക്ഷികളായി. ഇതെല്ലാം കഴിഞ്ഞ് സഹി കെട്ടതിന് ശേഷമാണ് നമ്മൾ ഓരോരുത്തരും സമരത്തിന് ഇറങ്ങിയ. സമരത്തിന്റെ ഇടക്ക് ഓണത്തിന്റെ ഒക്കെ പൂട്ടുകച്ചവടം പോലെ മിനിഞ്ഞാന്ന് രാത്രി 2 മണിക്ക് അരൂർ ഗവൺമെന്റ് ആശുപത്രിന്റെ അവിടെ വന്നിട്ട് ഇവിടുന്ന് കൊണ്ടുപോയ വെള്ളം തുറന്നു വിട്ടേക്കണേ. വീഡിയോ വിഷ്വൽസ് വേണേൽ തരാം. ഇന്നലെ രാത്രി 1 മണിയായപ്പോ ഈ നമ്മുടെ കാരിക്കാത്തെന്ന് പറയും, പുള്ളമുക്ക് പ്രദേശത്ത് വന്നിട്ട് ഇതേപോലെ വെള്ളം തുറന്നു വിട്ടേക്കണേ. ഇവർ ഇവിടുന്ന് നമ്മളെ കണ്ണി പൊടിയിടിക്കാൻ വേണ്ടി രാവിലെ സമയത്ത് വൈകി സമയത്തും വെള്ളം കൊണ്ടുപോയി മറ്റിടത്ത് തുറന്നു വിടും. ഒരു പ്രാവശ്യം ഞാൻ ചോദ്യം ചെയ്തപ്പോഴത്തേക്കും ഇൻസൈഡൊക്കെ ചെയ്ത് 3-4 പേര് തല്ലാൻ പറഞ്ഞു. കാര്യം ഒറ്റക്ക് ഒരാൾക്ക് നേരിടാൻ പറ്റിയില്ല. അവര് പറയണം അവർ കേന്ദ്രത്തിന്റെ ആൾക്കാരാണ്, അവർക്ക് ഇതുണ്ട്. നമ്മൾ ആരോടെങ്കിലും പറഞ്ഞ ആളെ കൂട്ടി ചെല്ലുമ്പോഴത്തേക്കും ഈ പറഞ്ഞവരെ ആ സ്ഥലത്ത് നിന്ന് വിട്ടുപോയിട്ടുണ്ടാവും. ഇതേപോലെ വളരെ പ്ലാൻഡ് ആയിട്ട് കളക്ടർ വന്ന ദിവസം ഇവിടെ ഫസ്റ്റ് ഇവിടെ കളക്ടർ വന്നപ്പോ ഓടി നടന്ന് ഇവർ പണിയെടുക്കണേണ്. റോഡിലെ വെള്ളം കളയാണ്, മഴയത്താണ്. എന്നിട്ട് റോഡിലെ വെള്ളം കളയാണ്, കുഴി തോണ്ടന്, റോഡ് ഇതാക്കണ്, ആരെ കണ്ണിപ്പൊടിയാണ്. അതിന് അമിക്കസ് ക്യൂരി വന്ന ദിവസം ഭയങ്കര പ്ലാൻഡാണ്. ഇതൊക്കെ ആരാണ് ഇവർക്ക് ചോർത്തി കൊടുക്കാൻ അറിയാൻ പറ്റില്ല. വന്ന് ചെളി കോരുന്നു, ഇവിടുന്ന് ചെളി കോരി ഇതിന്റെ അകത്തേക്ക് ഇടുന്നു. അടുത്ത മഴയിൽ ആ ചെളി ഇങ്ങോട്ട് വരുന്നു. കഴിഞ്ഞ ദിവസം ഇവിടെ ഈ സത്താർക്ക് കിടക്കുന്ന നേതൃത്വത്തിൽ ഇവർ തടുത്ത് എന്താണ് ഇവിടുന്ന് ചെളി കോരിക്കൊണ്ടിരിക്കുക. ചെളി കോരി ഇതിന്റെ അകത്തേക്ക് ഇടുന്നു. ഈ ആൾക്കാർക്ക് ചോറിന് ആൾക്കാരല്ലേ, ബുദ്ധിയുള്ള ആൾക്കാരല്ലേ, മഴയത്ത് അടുത്തത് ഇങ്ങോട്ട് വരണേ. ഇതൊക്കെ പറഞ്ഞ് പണിതെടുത്ത് അവരെന്തൊക്കെയോ വന്ന് ആരൊക്കെയോ വന്ന് കുറെ കാട്ടയം കാണിച്ചു പോയി. നമ്മളിത് കുറെ പ്രതീക്ഷിച്ച് ഒരു ജനകീയ കൂട്ടായ്മ ഉണ്ടാക്കി അവർ ഇതിൽ വന്ന് അവർ കളക്ടറോട് ചർച്ച ചെയ്ത്
ആ ചർച്ച ചെയ്തിട്ട് കാര്യങ്ങൾ ആദ്യം 3 ദിവസം അടച്ചിട്ട് ഇപ്പൊ 5 ദിവസം, ഈ 5 ദിവസം കൊണ്ട് അറ്റ്ലീസ്റ്റ് ഒരു 2 കിലോമീറ്റർ 13 കിലോമീറ്റർ 2 കിലോമീറ്റർ ത്രൂ ഔട്ട് റെഡിയാക്കാൻ പറ്റിയിട്ടില്ല. ഈ കാണകളൊന്നും ക്ലീൻ ചെയ്യാൻ പറ്റിയില്ല. ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ കാണ പണിത് ഈ വെള്ളങ്ങൾ പോകാനുള്ള കാര്യം. പണ്ട് മുതലേ വെള്ളക്കെട്ടുള്ള ഒരു പ്രദേശമാണ്. അവിടെ വന്ന് ഇവരുടെ വെള്ളവും കൂടെ വന്നാൽ ഇത്രയും പൈൽ ചെയ്യുമ്പോൾ ഭൂമിയുടെ അടിയിൽ നിന്ന് തന്നെ വെള്ളം ഉൾപ്പെടെയുള്ളതാണ്. ഇതൊന്നും ചെയ്യാതെ ഇതാക്കി ഇപ്പോഴും നമ്മളെ പന്നിക്കിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് ഇനി നടക്കൂല. പറഞ്ഞ പോലെ ബുധനാഴ്ചത്തെ സമരത്തിൽ ഞങ്ങൾ ശക്തമായി പ്രതിഷേധിക്കും. അരൂർ അമ്പലം മുതൽ തുറവൂര് വരെ ഇങ്ങനെ ഈ അരൂർ അമ്പലം മുതൽ തുറവൂരുകളെ ഇടയ്ക്കുള്ള ആൾക്കാർക്ക് അത് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട്. ഇവിടെ ഉള്ളവർക്കൊന്നും പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല, സ്കൂളിൽ പോകാൻ പറ്റില്ല. സ്കൂളൊക്കെ 7 ദിവസം അടച്ചിട്ടുണ്ട്. പിള്ളേരെ പഠിത്തം പോവുക, ഒന്ന് കടയിൽ പോകാൻ പറ്റില്ല. 150ഓളം സ്ഥാപനങ്ങൾ അടച്ച്, ഹോസ്പിറ്റലുകൾ വരെ അടച്ച്, മെഡിക്കൽ ഷോപ്പിന്റെ കാര്യം പറഞ്ഞ കേട്ടില്ലേ. അപ്പൊ ചെളിവെള്ളം ഈ ദുരിതമായിട്ട് നടന്ന് വേസ്റ്റ് വെള്ളം ഒഴുക്കി മനുഷ്യൻ കാണുന്നട പോലും പറ്റുന്നില്ല. ഇവിടെ തൃച്ചാറ്റൂർ പിന്നെ അരുക്കുറ്റി മുതൽ നേരെ ഇങ്ങനെ വന്ന് തൈക്കാട്ടുശ്ശേരി വഴിയാണ് കറങ്ങാനോ. ഇവിടെ നിന്ന് നേരെ കുമ്പളങ്ങി വഴി തോപ്പുമോടി വഴിയാണ് അങ്ങോട്ട് പോകണത്. ഈ ഇടയുടെ ആൾക്കാർ എന്ത് പിഴച്ച് ഇവർക്കാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് വരുന്നത്. അപ്പൊ അതുകൊണ്ട് 10-ാം തീയതി അടുത്ത സമരം വരുന്നത് ഈ ഇവിടെ വരുന്ന പരിപാടികൾ നിർത്തിവെച്ചിട്ടുണ്ട്. കൺസ്ട്രക്ഷൻ പരിപാടി നിർത്തിവെച്ചിട്ടുള്ള ഭയങ്കര പ്രക്ഷോഭത്തിലാണ് ഞങ്ങൾ ഈ സമരസമിതി നീങ്ങുന്നത് എന്ന് ഇത്തന്നെ അറിയിക്കുന്നു. ജനങ്ങളുടെ കഷ്ടപ്പാട് പ്രയാസം അറിഞ്ഞുകൊണ്ട് ഈ സമരം ബുധനാഴ്ച ജനകീയ സമരം യാതൊരുവിധ മുൻകരുതലുകളും എടുക്കാതെ ഈ അശോക കൺസ്ട്രക്ഷൻ കമ്പനി ഇത്രയും വലിയൊരു 1600 കോടി രൂപയുടെ ബിഗ് ബഡ്ജറ്റ് ചെയ്യണം ഇവർ ആദ്യമായിട്ടാണ്. ഏതാണ്ട് MBBS ഡിഗ്രി എടുത്തു കഴിഞ്ഞ ഉടനെ ഓപ്പറേഷൻ ചെയ്യണ പോലെ ആ ഡോക്ടർക്ക് എന്തൊക്കെ പാഴ്ച വരും അതുപോലെ ഇവിടെ സംഭവിച്ചേക്കണത്. ഇവിടെയുള്ള വിഷമങ്ങൾ എല്ലാവരും പറഞ്ഞു കഴിഞ്ഞെങ്കിൽ അതല്ല ഇവിടെ വിഷയം. ഒരു മനുഷ്യന്റെ പഞ്ചേന്ദ്രിയങ്ങളിലെ ഒരു മനുഷ്യൻ എന്തൊക്കെ വികാരങ്ങൾ അനുഭവിക്കാവുന്നോ ആ വികാരങ്ങളൊക്കെ ഒരു നിമിഷം കൊണ്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. സാമ്പത്തികമായിട്ട് എന്റെ വണ്ടിയുടെ ചെയ്സ് ഒടിഞ്ഞിരിക്കുകയാണ്. ഇവർ ഈ റോഡ് പണിത് പോയി കഴിയുമ്പോൾ ഇത് ഓടിക്കാൻ വണ്ടി ഈ പ്രദേശം ഉണ്ടാവില്ല. ആ രീതിയിൽ വണ്ടി ആയാലും മനുഷ്യന്റെ സാമ്പത്തികമായിട്ട് ആകെ ആടി ഒലഞ്ഞ് ആകെ നാരായണക്കല്ലെടുത്തിരിക്കുകയാണ്. പറയുന്നത് എത്ര വാസ്തവമാണ് എന്ന് വ്യക്തമാണ്. നമുക്കറിയാം, ഈ പ്രേക്ഷകർ കരുതും എന്തിനാണ് ഇത്രയധികം ഈ ഒരു പ്രദേശത്തെ ഈ ഒരു ജനങ്ങളുടെ പ്രതികരണം എത്രയധികം കൊടുക്കേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ചോദിക്കും. പക്ഷേ അവരുടെ വികാരം എത്രമാത്രം ഉണ്ട് എന്നുള്ളത് അവിടുത്തെ പ്രശ്നത്തിന്റെ ആഴം, അവിടുത്തെ കുഴിയുടെ ആഴം കണ്ടാൽ മനസ്സിലാകുന്നതേ ഉള്ളൂ. അത് മനസ്സിലാക്കിയാൽ മനസ്സിലാകും ഈ വികാരം എത്രമാത്രം. ഇതൊന്നുമല്ല വേണ്ടിയിരുന്നത്. കാരണം അവരെ നടുവൊടിക്കുകയാണ്. ഈ റിപ്പോർട്ട് നൽകുമ്പോൾ അല്ലെങ്കിൽ ഞങ്ങൾ അവിടെ നിന്ന് അരൂരിൽ നിന്ന് തത്സമയം പറയുമ്പോൾ ഇത് നിങ്ങൾ ഓർക്കണം, പ്രേക്ഷകർ ഓർക്കണം, ഇത് അരൂരിലെ മാത്രം പ്രശ്നമല്ല, അല്ലെങ്കിൽ തുറവൂരിലെ മാത്രം പ്രശ്നമല്ല. അവിടെ ഒരു അരൂർ പഞ്ചായത്താണ്, അവിടുത്തെ മാത്രം പ്രശ്നമല്ല ഇത്. കാരണം ദേശീയപാത കടന്നു പോവുകയാണ്. എറണാകുളത്ത് നിന്ന് വൈറ്റിലയിൽ നിന്ന് വരുന്ന ബൈപ്പാസ് റോഡാണ് ഈ NH ഇതിലെ കടന്നു പോകുന്നത്. തിരുവനന്തപുരത്തേക്കും മറ്റും പോകുന്ന പ്രധാനപ്പെട്ട റോഡാണ്. ഈ റോഡിലൂടെ കടന്നു പോകുന്നവർ ഇത്രയും കിലോമീറ്ററുകൾ, അതായത് അരൂർ മുതൽ തുറവൂർ വരെയാണ് ഈ ദേശീയപാത നിർമ്മാണം നടക്കുന്നത്. ഇവിടെ മണിക്കൂറുകൾ എടുക്കും ഈ പാതയൊന്ന് കടന്നു പോകാൻ. എറണാകുളത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് പോകുന്ന ആളുടെ അവസ്ഥ, ആലപ്പുഴ വഴി പോകുന്ന ഒരാളുടെ അവസ്ഥ പറയാനേ കഴിയില്ല. പിന്നെ അവിടുത്തെ പ്രദേശവാസികളുടെ ദുരിതം. ഒരു കൊച്ചുകുട്ടി പറഞ്ഞത് എത്ര ശ്രദ്ധേയമാണ്. അവൻ ക്ലാസ്സിൽ പോകുന്നത് 2 പീരീഡ് കഴിഞ്ഞാണെന്ന്. അവിടെ എത്തുമ്പോൾ 2 പീരീഡ് കഴിയും. അതാണ് കുഞ്ഞുങ്ങൾ നേരിടുന്ന പ്രശ്നം. അവന്റെ കുഞ്ഞുവായിൽ, അവന്റെ കുഞ്ഞുനാക്കിൽ അവൻ പറഞ്ഞത് ഇതാണ്. നമുക്ക് ലളിതമായി ചിന്തിക്കാം. ഇവരുടെ പ്രതിഷേധങ്ങളൊക്കെ വരട്ടെ, അതൊക്കെ കേൾക്കുന്നതിനൊപ്പം ഒരു കുട്ടിക്ക് ക്ലാസ്സിൽ 2 പീരീഡ് കഴിഞ്ഞേ എത്താൻ കഴിയുള്ളൂ. അതാണ് അവിടുത്തെ ദുരിതം.